നേരത്തെ എണീറ്റ ഗുഡ് മോർണിംഗ്. എവിടെ പോയി? മാർഗഴി പൂവേ മാർഗഴി പൂവേ ഉമ്മടി മേലെ ഒരിടം വീണ്ടും മാർഗഴി പൂവേ. സിദ്ധു ഇവിടെ ആന്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ലപ്പാ, ഞാൻ പാക്കலையே. എന്നാச்சு? അല്ല, രാവിലെ എണീറ്റിട്ട് ഞാനും പാക്കലേ, അതാ ചോദിച്ചേ. എന്താണ് രാവിലെ? സിദ്ധുനെ കണ്ടായിരുന്നോ? ഇല്ല. എവിടെ പോയി? എവിടെ പോയിന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അമ്മൂമ്മയോട് ചോദിക്കും എവിടെ പോയിന്ന്. ചേച്ചു ഒരു വേള ജോഗിങ് പോയിരുപ്പാൻ. ജോഗിങ്ങിനൊക്കെ പോവാണെങ്കിൽ അവൻ ഫോണും കൊണ്ട് പോകും. ഇത് ഫോണൊന്നും എടുത്തിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. അവൻ കുഴിപ്പള്ളത്ത് പോയതായിരിക്കും. ഇത്ര രാവിലെയാ? ഇന്നലെ രാത്രി നീ അവനുമായിട്ട് വഴക്കുമല്ലോ ഉണ്ടാക്കിയായിരുന്നു? ഇന്നലെ രാത്രി കണ്ടോ, ആലോചിക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കി? ഇല്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇല്ലേ? എന്തുണ്ടാക്കണായിരുന്നാ? അയ്യോ വേണ്ട. എന്നാലും ഇതെവിടെ പോയി? വരും. പായും തലോണൊക്കെയായിട്ട് കുഴപ്പമില്ല. ഇത് ശിവരാത്രിയാണോ അമ്മൂമ്മ? അല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ പായും തലോണയൊക്കെയായിട്ട് എവിടെ പോയിട്ട് വരണ്? അത് ഞാനൊന്ന് നടക്കാൻ വേണ്ടി പോരാ. അതല്ല, ഞാനൊരു ധൈര്യത്തിന് വേണ്ടി കരുതിയതാ. ധൈര്യത്തിക്ക് പായും തലേണയുമാ? റോഡില് മൊത്തം പട്ടികളാണല്ലോ, അതുകൊണ്ട് കരുതിയെന്ന് പറഞ്ഞാ. സത്യം പറ സിദ്ധു, എവിടെ പോയതാ? സത്യമായിട്ടും ലച്ചൂസിന്റെ അടുത്ത് ഞാൻ എന്തിനാ കള്ളം പറയണേ? സത്യം. ഒന്ന് പോയാ മുന്നേ. என்ன இருக்கும்? ലച്ചേ, എനിക്ക് തോന്നണേ സിദ്ധു രാവിലെ നീ ആരെങ്കിലും കാണാൻ പോണതായിരിക്കൂ. ആരെ കാണാൻ? അല്ല, ആരെങ്കിലും. അമ്മയ്യാന്ന് ഞാൻ നോക്കൂലട്ടാ, വായിൽ വന്നതൊക്കെ വിളിച്ച് പറയുന്നു. നോക്കിയോ, അവൻ പറഞ്ഞല്ലോ നടക്കാൻ പോയതാണെന്ന്. പിന്നെന്താ? ഈ പായും തലണയും കൊണ്ടാണ് നടക്കാൻ പോണത്. അതാണ് ഞാൻ പറഞ്ഞേ, മനുഷ്യന്മാരുടെ കാര്യമാണ് ലച്ചു, എപ്പ വേണമെങ്കിലും മാറാം. അമ്മയുടെ കാര്യത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്നലെ കിടക്കാൻ നേരത്തെ സിദ്ധു മുറിയിൽ ഉണ്ടായിരുന്നു. லிச்சு ஒருவேளை முறியில ரொம்ப சூடானப்போ சித்து போய் வெளியில படுத்திருப்பான். எங்க ஊர்ல எல்லாம் அப்படிதான். இந்த ரூம்ல எல்லாம் ரொம்ப சூடாகும் போது எல்லாரும் வெளியில போய் படுப்பாங்க. എല്ലാവരുടെ ഊരിലും അപ്പടിയതാ. പക്ഷെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നേ. ഞാൻ എണീറ്റപ്പോ ആളെ കാണാനില്ല. പിന്നെ നോക്കിയപ്പോ സോഫയിൽ കിടന്നുറങ്ങും. എന്നാ ഇത് ചൂട് തന്നെ. AC ഉണ്ടല്ലോ മുറിയില്. എന്നാ വെളിയിലത്തെ കാറ്റ് കൊള്ളാൻ വേണ്ടി പോയിരിക്കുന്നതായിരിക്കും. എന്താണ് എല്ലാരും ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അളിയൻ നടക്കാൻ പോയതിനെ പറ്റി ചർച്ച ചെയ്യുക. നിങ്ങളാരും ഇതുവരെ അത് വിട്ടില്ലല്ലേ? സിദ്ധുവേ, രാവിലെ നടക്കാൻ പോയൊക്കെ ശരി, നടക്കാൻ പോകുമ്പോ എന്തിനാണ് പായം തലയിടം കൊണ്ടുവന്നേ? അത് ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞായിരുന്നല്ലോ, റോഡിൽ നിറച്ച് പട്ടികളല്ലേ, ഇതാകുമ്പോ ഒരു ധൈര്യത്തിനെ കരുതിയതാ.
പട്ടിയെ കല്ലെറിഞ്ഞ് ഓടിച്ചാ പോരെ, പായും തലയണം വെച്ചെറിയണോ? കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾക്ക് നോത്തില്ലടാ. ഇതാകുമ്പോ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊള്ളത്തല്ലേ ഉള്ളൂ. ആ അത് തന്നെ, ഒരു ഷീറ്റും കയ്യിലുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു മോനെ? അതെ, നിങ്ങളെല്ലാരും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നേ. ആ അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. അവൻ എന്തൊരു കളലക്ഷണമല്ലേ? ഉണ്ട്. ഇല്ല ലച്ചു, ഒരു കള്ള ലക്ഷണവും ഇല്ല. ഇല്ല ആന്റി, അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഇതോടെ പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇല്ലേ അളിയനെ കണ്ട? ഇല്ല. ചേച്ചി അളിയനെ കണ്ട? ഞാൻ കണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കൂ? ചേച്ചി കുറച്ചും കൂടെ നേരത്തേക്ക് എണ്ണീക്കാം. ഓ അമ്മമ്മ, സിദ്ധുവിനെ കണ്ട? അപ്പൊ ഇന്നും ഇല്ലേ? ഇല്ല. ആ അപ്പൊ തലാണയും കെട്ടിപ്പിടിച്ചാണ് നടക്കാൻ പോയിട്ടുണ്ടാവും. ഇല്ല, തലോണ എടുത്തിട്ടില്ലെന്നേ. എന്നാ പിന്നെ തലാണ ഇല്ലാതെ പോയിട്ടുണ്ടാവും. കനകാന്റി അവിടെ മുറ്റം അടിക്കുന്നുണ്ട്. ആന്റി, ആ സിദ്ധുവിനെ കണ്ട? ഇല്ലേപ്പാ, ഇന്നൊക്കെ പോനാനാ? ആ പോയി. പോയിട്ട് വരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എന്നാലും അത് അങ്ങനെയല്ലല്ലോ അമ്മൂമ്മേ. ഇവൻ രാവിലെ ഇങ്ങടാ പോണേന്ന് അറിയണ്ടേ? അവൻ പറഞ്ഞില്ലേ വച്ച നടക്കാൻ പോവാന്ന്. അതിലെനിക്ക് ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്. നിനക്കെപ്പോഴും വിശ്വാസക്കുറവാണല്ലോ. മോർണിംഗ്. മോർണിംഗ്. എവിടെ പോയതാ? ഞാൻ ജോഗിങ്ങിന് പോയതാ. ഇന്ന് പായും തലോണൊന്നും കൊണ്ടുപോയില്ലേ? ഇന്ന് സത്യത്തിൽ മറന്നുപോയി. ജോഗിങ്ങിന് പോയത് തന്നെയാ? ആ ശരിക്കും ജോഗിങ്ങിന് പോയതാ. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഞാനും വരാം. അയ്യോ, അതങ്ങനെ ശരിയാവാ. ലച്ചൂസിന് ഉറങ്ങണ്ടേ? അത് കുഴപ്പമില്ല, പകല് സമയം കിട്ടുമ്പോ ഞാൻ എപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളാം. അത് കുഴപ്പമില്ല. കണ്ടമ്മ കള്ളം പറയണതാ. മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്നും പറച്ചു വെക്കണ്ടല്ലേ, പറഞ്ഞേക്കാം അല്ലേ? അമ്മൂമ്മ, എനിക്ക് സോമനാംബുലിസം ഉണ്ട്. സോംനാംബുലിസമാ? அப்படினா என்ன? அப்படினா ഈ ഉറക്കത്തിൽ നിന്നേ എണീറ്റ് നടക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നിട്ട് ഇന്നേ വരെ ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. അത് ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. കുറെ നാളുകൾക്ക് ശേഷം എന്താന്ന് അറിയത്തില്ല, ഇപ്പൊ വീണ്ടും വന്നു തുടങ്ങി. എന്നിട്ട് എന്താ എന്റെ അടുത്തൊന്നും പറയാഞ്ഞേ? ഇല്ല, അങ്ങനെ പറയേണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ലല്ലോ ഇതുവരെ, അതുകൊണ്ടാ. ഇന്നലെ പറയാറുന്നല്ലോ. നീ വെറുതെ ടെൻഷൻ ആവണ്ടല്ലോ എന്നോർത്ത് പറയായിരുന്ന. മോനെ എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലയോ? അമ്മൂമ്മ, ഡോക്ടറെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഇത് പയ്യെ അങ്ങനെ മാറിക്കോളും. சரி, இப்படி தூக்கத்துல நடக்கும்போது இந்த வலியெல்லாம் எப்படி தெரியும்? இந்த வலியெல்லாம் எப்படி தெரியும்? ആന്റി, കണ്ണ് ഓപ്പൺ ആയിരിക്കും. നമ്മള് പക്ഷെ നല്ല ഉറക്കത്തിലായിരിക്കും, പ്രത്യേകിച്ചൊന്നും ഓർമ്മ കാണത്തില്ല പിറ്റേന്ന്. ஐயோ கஷ்டம்ல. ആന്റി, എനിക്കൊരു നല്ല കട്ടൻ ചെയ്ത് തരാം. ஓ, அதுக்கு என்ன, இப்பவே போட்டு கொடுக்குறேன். എന്റെ അടുത്തൊരു വാക്ക് പറയാറുണ്ട് ഇതിനെപ്പറ്റി. ഞാനേ എന്നാ ഫ്രഷ് ആവട്ടെ.
ഹലോ അമ്മ. എന്തൊക്കെയുണ്ടമ്മ? ആ ഓ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആ കൊച്ചു അകത്തുണ്ട് കളിച്ചോണ്ടിരിക്കുക. ആ അമ്മ എന്തെടുക്കണേ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആണല്ലേ. അമ്മ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. സിദ്ധുവിനെ ഈ സോമനാംബുലസ് ഉണ്ടായിരുന്ന പണ്ട് കുഞ്ഞിലെ എപ്പോഴെങ്കിലും? ആ ഈ രാത്രി ആരോടൊക്കെ പറയുന്നത് ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നടക്കൂലേ ആ അസുഖം. അപ്പൊ ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല? ആണല്ലേ. ആ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഡൗട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞാൻ വിളിക്കാവേ. ആ അമ്മ ഹലോ. പിന്നെ ഞാൻ ഈ ചോദിച്ച കാര്യമേ സോമനാമരസത്തിന്റെ കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയല്ലേ. ആ ശരി. എന്താ പറഞ്ഞു? അമ്മ പറയുന്ന സിദ്ധുവിന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവണല്ലോ ലച്ചു. ലച്ചേ, എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നേ. അവൻ ഇതുപോലെ രാത്രി എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എണീറ്റ് നടന്നിട്ട് രാത്രി അവൻ അടുക്കള ചെന്ന് മൂത്രം വയ്ക്കും. ആ എന്നിട്ട് അവൻ്റെ അമ്മ എന്തോ ചെയ്തെന്നറിയാമോ? താക്കോലെടുത്ത് അടുക്കള പൂട്ടി. പിന്നെ ഇവ എണീറ്റ് മൂത്രം ഒഴിക്കണത് അടുക്കളയുടെ ഫ്രണ്ടിൽ, അടുക്കളയിലെ വാതല്ല. ആ ഇപ്പൊ അതൊക്കെ മാറി. പിള്ളേരുടെ ഒരു കാര്യങ്ങള്. പിള്ളേരാ? 40-40 വയസ്സുണ്ട്. എന്നാൽ ഇതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മായി. ലച്ചേ, ചിലപ്പം ഗൾഫിൽ വെച്ചാണ് അവന് തുടങ്ങിയെങ്കിലോ. പക്ഷെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊരു വഴിയില്ലല്ലോ. ഒരു വഴി ഉണ്ടല്ലോ. ഏത് വഴി? ഷിഹാബിക്കയുടെ കൂടെ ആയിരുന്നില്ലേ അവൻ ഗൾഫില്? അതെ. ഇക്കയെ വിളിച്ചു പോയിര്. പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. വിളിച്ചു നോക്കി. ഹലോ ഇക്ക, എന്തുണ്ട് ഇക്ക? സുഖല്ലേ? ആ ഇവിടെ സുഖം. ഓ സിദ്ധു അകത്തുണ്ട്. ആ ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദുബായിൽ വെച്ചിട്ടേ സിദ്ധുവിന് ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കിടക്കുന്ന അസുഖം ഉണ്ടായിരുന്ന? ആണല്ലേ. ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇക്ക, ഞാൻ ഈ ചോദിച്ച കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയണ്ട കേട്ടാ. ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓ, അവന് ദുബായിൽ വെച്ച് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലാന്ന്. ആ അതും കൂടി ശരിയാവില്ലല്ലോ ലച്ചു. എന്തോ പദ്ധതികളുണ്ട് അമ്മായി, കണ്ടുപിടിക്കണം. നടന്നുകൊണ്ട് ഉറങ്ങണം. ആ അമ്മായി, ഇതാണോ സോമനാംബുലിസം? വിളിക്ക്. ഉറങ്ങുമല്ലേ അമ്മായി? വിളിക്കങ്ങോട്ട്. സിദ്ധു, സിദ്ധു, ഞാൻ വിളിക്കാം. സിദ്ധു.
ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയതല്ല, ഉറക്കത്തിൽ അവിടുന്ന് ഇവിടം വരെ നടന്നു വന്നതാ. ആണോ? ആ. എങ്ങനെയാ ചേർക്കത്തിൽ നടക്കുന്നേ? സോമനാംബുലിസം എന്നുവെച്ചാ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അതിന്റെ പുറകെ അങ്ങ് പോകും. ഇതിപ്പോ എന്താ ചെയ്യാ? കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാം. ഹോസ്പിറ്റലിൽ പോകേണ്ട സ്റ്റേജിലോട്ടൊന്നും എത്തിയിട്ടില്ല. மத்தியானம் இந்த சோம்னாபுலிசம் வருமா? ആന്റി, അതായത് ഗാഢ നിദ്രയിലോട്ട് കയറത്തില്ലേ, അപ്പോഴും എങ്ങനെ സംഭവിക്കണേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ അല്ല, ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റൊക്കെ നടന്നിട്ടേ ആ പാറമടയിലെങ്ങനെ ചെന്ന് വീണ എന്തോ ചെയ്യും? പൂട്ടിടണം, സിദ്ധുവിനെ പൂട്ടിടണം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പാറമടയിൽ വല്ലതും പോയി ചാടും. കൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കാൻ പറ്റും? ഞാൻ നിൽക്കാതെ വേറെ ആയിരിക്കും. நம்ம கூட போக வேண்டாமா? போ. അത് ലച്ചു എവിടെ? വിളിക്ക്. ലച്ചു അവരോടെ പോയി പോയാ? ഇങ്ങോട്ട് വാ, കൂടാ വാ, നോക്കാം. നേരം വിളിക്കാറായില്ല, ഇവരത് അവിടെ പോയി. വാ, അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടാ. അച്ഛൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടാ. അച്ഛന് ബെഡ് കോഫി വേണോ? സിദ്ധു, ഞാനെങ്ങനെ ഇവിടെ എത്തി? ഇതാണോ സോമനാംബുലിസം? പക്ഷെ അതിങ്ങനെ അല്ലല്ല. നീ എന്തിനാ ഇവിടെ നിന്ന് കിടന്നുറങ്ങണേ? ഇവിടെ അത് ഞാൻ ഉറക്കത്തിൽ വന്നതായിരിക്കും. ആണോ? അപ്പൊ വന്നപ്പോ ഈ പായും തലയാണൊന്നും കയ്യിലില്ലായിരുന്നല്ലോ. പായം തലയണയോ? അത് എങ്ങനെ എത്തിയോ എന്തോ ഇവിടെ? അയ്യോ, പാറമടയിലത്തെ ജലദേവത കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. ഇത് കിടന്ന് ഉരുളല്ലേ, സത്യം പറ. എന്താ പ്രശ്നം? അപ്പോ പ്രശ്നമായിട്ടൊന്നും ഇല്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങുന്നേ? അത് ചുമ്മാ വന്ന് കിടന്നുറങ്ങിയതാ. മോനെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സൊല്ല് സിദ്ധു. അത് പറ. ഒന്നുമില്ലടാ. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടാ. പറയണോ? പറ. പറയണോ? പറയുന്നുണ്ടോ ഇല്ലയോ? അമ്മൂമ്മ കുറച്ചു ദിവസമായിട്ട് എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല. അതെന്താ? മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെന്റലി ഒരു കുഴപ്പമില്ല. ലച്ചൂസിന്റെ കൂർക്കമല കാരണം എനിക്ക് അവിടെ കിടക്കാൻ പറ്റണില്ല. കൂർക്കമല? ആര് കൂർക്കമല? ഞാൻ ഒന്ന് കൂർക്കൊന്നും വലിക്കാറൊന്നുമില്ല. ലച്ചൂസെ, നീ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. ഉറക്കത്തിലായോണ്ട് നീ അറിയാത്തതാ. അടുത്ത് കിടക്കാൻ പറ്റണില്ലടി. ചുമ്മാ കള്ളം പറയല്ലേ. ഞാൻ തന്നെ കള്ളം പറയണേ, സത്യ. ഞാൻ കൂർക്കൊന്നും വലിക്കാറില്ല അമ്മായി. കഷ്ടമാണത്. പാവ സിദ്ധുവിന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ ലച്ചുവേ. നീ അത്രയ്ക്ക് ശല്യാണെങ്കിൽ ആ ഹോളെങ്ങനെ പോയി കിടന്നൂടെ? ലച്ചൂസെ, നിന്റെ ഒടുക്കത്തെ കൂർക്കമലി കാരണം ഞാൻ രാത്രി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിട്ടാ കിടന്നുറങ്ങണേ. രാവിലെ ആകുമ്പോഴേക്കും ഹെഡ്സെറ്റ് ചാർജ് ചെയ്യും. പിന്നെ വീണ്ടും ഉള്ള കൂർക്കമലി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത്. അല്ല, അങ്ങനെയാണെങ്കിലേ മോനെന്തിനാ ഉറങ്ങിക്കോണ്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് നടന്നു പോയല്ലോ? അത് പിന്നെ എനിക്ക് സോമനാംബുലിസം ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടെന്ന് ഓർത്തു.
വെറുതെ എന്തിനാ എന്റെ ലച്ചൂസിനെ നാണം കിടത്തുന്നത് കരുതിയിട്ടാ. എന്തായാലും മോൻ ബാ വീട്ടിലോട്ട് പോവാ. എന്താണല്ലോ ഇത്രയായി, നല്ല വൈബുണ്ട്, കുറച്ചു നേരം കൂടെ കിടന്നിട്ട് അങ്ങെടുത്താം. ഇനിയേ ഞാൻ മുറിയുടെ പരിസരത്ത് ഇങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ. എവിടെയാ പോയി കിടന്നത്? മാറി മോൻ എണീറ്റ് വാ. വന്നേക്കാം. വാ.